സുധ, അവരെത്തി കേട്ടോ. നീ മക്കളെ കൂടി ഇങ്ങോട്ട് വിളിച്ചേരെ. ആണോ ഏട്ടാ? എന്നാ ഞാൻ അവരെ പോയിട്ടൊന്ന് വിളിച്ചേച്ചും വരാം. എന്ന് ഞാൻ അവരെ ഒന്ന് ക്ഷണിച്ചിരുത്തട്ടെ. കേറി വരട്ടോ, ഇരിക്കൂ. വീട് കണ്ടെത്താൻ ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ അല്ലേ? ഇല്ലടോ, പണ്ടൊക്കെ അല്ലായിരുന്നോ ഇങ്ങനെ ചോദിച്ച് വരേണ്ട അവസ്ഥയെല്ലാം. ഇപ്പോഴത്തെ കാലത്ത് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ലൊക്കേഷനൊക്കെ ആദ്യം അയച്ചതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നില്ല, പെട്ടെന്ന് എത്താൻ സാധിച്ചു. അതെ, അതൊക്കെ ഒരു കാലം. നമുക്കൊക്കെ ഓർത്തിരിക്കും ഇനി. അതെ. അല്ല, നമ്മളിങ്ങനെ പഴമ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നാൽ മതിയോ? ചെറുക്കനെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതാണ് ചെറുക്കൻ, അഭിനവ്. ഫോട്ടോ കണ്ടു കാണുമല്ലോ അല്ലേ? മോന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ചെറുക്കൻ്റെ രണ്ടാമത്തെ അനിയനാണ് അഭിഷേക്. ഇത് ചെറുക്കൻ്റെ മൂന്നാമത്തെ അനിയൻ അഭിറാം. ഇത് എൻ്റെ മകനാണ് സഞ്ജയ്. പിന്നെ ഇത് എൻ്റെ ഭാര്യ ജയ. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ഞാൻ ആദ്യം തന്നെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇവർ എൻ്റെ ഏട്ടൻ്റെ മക്കളായിരുന്നു. ഏട്ടനും ചേച്ചി ഒരു 16 വർഷം മുന്നേ ഒരു ആക്സിഡൻറ്റിൽ അവർ ഞങ്ങളെല്ലാവരും വിട്ടുപോയി. അന്ന് തൊട്ട് ഇവരെ ഞാനാണ് എൻ്റെ സ്വന്തം മക്കളായിട്ടാണ് വളർത്തുന്നത്. എല്ലാ ഡീറ്റെയിൽസും ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? ഈ കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നതല്ലേ? പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവൾക്ക് ഇപ്പം തന്നെ കല്യാണം വേണ്ട എന്നുള്ള ഒരു സ്റ്റേജിലാണ് അവൾ നിൽക്കുന്നത്. അതായത് സ്വന്തം കാലിൽ നിന്നിട്ട് മതി കല്യാണം എന്നൊരു ഇതാണ് അവൾ പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, എനിക്ക് അവളുടെ താഴെ 3 പെൺപിള്ളേരാണ്. അവളുടെ കാര്യം കൂടെ ഞാൻ നോക്കണ്ടേ? അപ്പോൾ ഒരാളത്ത് കഴിഞ്ഞാലല്ലേ അടുത്ത ആൾ നോക്കാൻ പറ്റുള്ളൂ. അതാണ് കാര്യം. പക്ഷേ അവളാണെന്നുണ്ടെങ്കിൽ അതിനൊട്ടും സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രയത്നിച്ചതിന് ശേഷമാണ് ഇപ്പോൾ അവളൊന്ന് സമ്മതിച്ചത് തന്നെ. അപ്പം നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവൾക്ക് ഇനി മുന്നോട്ട് എങ്ങനെയാണ് ജീവിക്കാൻ ആഗ്രഹം എന്ന് വെച്ചാൽ, നിങ്ങൾ അതിനൊന്നും തടസ്സം നിൽക്കരുത്. പഠിക്കാനാണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ വിടാനും, പിന്നെ വല്ല ജോലിക്കും പോകാനാണെന്നുണ്ടെങ്കിൽ അതിനും വിടണം. ശ്രീധർ, താൻ ആ കാര്യത്തിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. കാരണം തനിക്കറിയാവുന്നല്ലേ, ഞങ്ങളുടെ വീട്ടിൽ ആകെ പിള്ളേർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ടൊരു പെൺകുട്ടി വന്ന് കയറുമ്പോൾ അവൾക്ക് അതിൻ്റെതായ എല്ലാ ഫ്രീഡവും അതുപോലെ സന്തോഷവും എല്ലാം തന്നെ അവിടെ നിന്ന് കിട്ടും. അവൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ആരും ഒരു തടസ്സമായിട്ട് നിൽക്കില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ താൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇപ്പോഴേ ഒരു സമാധാനമായേ. എടാ സഞ്ജു, ആ പെണ്ണിന് താല്പര്യമില്ലാന്നല്ലേ ഇപ്പം അങ്ങേര് പറഞ്ഞേ? പിന്നെന്തിനാ നമ്മളിവിടെ ഇരിക്കുന്നേ? നമുക്ക് പോയാലോ? എൻ്റെ പൊന്ന് നന്ദുവേട്ടാ, നിങ്ങൾ എന്ത് മാങ്ങി പറയണേ? നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ. നിങ്ങൾ കെട്ടിയിട്ട് വേണം ഞങ്ങൾക്കൊന്ന് കെട്ടാൻ. അല്ല പിന്നെ നിങ്ങളിങ്ങനെ ശ്രീവിരോധിയായി നിന്നോ? എടാ സഞ്ജു, എന്താണ് അങ്ങനെ പറഞ്ഞേ? കല്യാണം വേണ്ടാന്ന് കൊണ്ടാണോ? അങ്ങനെ എങ്ങാനും പറഞ്ഞ് അങ്ങനെ ഞാൻ കൊല്ലും. നീ മാത്രമല്ല, ഞങ്ങളും ഉണ്ടാവും കൂടെ. അല്ല പിന്നെ അങ്ങേര് കുറേ കാലമായി തുടങ്ങിയിട്ട്. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എടാ തിണ്ടികളെ, ഞാൻ നിങ്ങളൊക്കെ ഏട്ടനടാ, അല്ലാതെ നിങ്ങളൊക്കെ എൻ്റെ ഏട്ടന്മാരല്ല. കേട്ടില്ല? ഒന്ന് താഴ്ന്നു കരുതി തലയിൽ കയറുന്ന അല്ല. എന്താണ് ഏട്ടനന്യന്മാർ തമ്മിലൊരു ചർച്ച? ഞങ്ങളോട് കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയതാണോ? അത് വേറൊന്നുമില്ല. ചേട്ടൻ ചോദിക്കുമായിരുന്നു ഇത്ര നേരമായിട്ട് പെണ്ണിനെ കണ്ടില്ലല്ലോ എന്ന്. അതാണ്, വേറൊന്നുമില്ല. എടാ തിണ്ടി, ഞാൻ എപ്പോഴാണ് അങ്ങനെ പറഞ്ഞേ? ഇന്ന് ആരെയെല്ലാം കോളാക്കും. അതായിരുന്നു മോനെ, ഞാനും വിചാരിച്ച് വേറെ എന്തെങ്കിലും ആയിരിക്കുമെന്ന്. അത് മോൻ ടെൻഷൻ അടിക്കണ്ട, കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യും. അവൾ പോയിട്ടുണ്ട്, അതായത് എൻ്റെ ഭാര്യ, അവളുടെയൊക്കെ അമ്മ പോയിട്ടുണ്ട് മേലോട്ട് അവരെ വിളിക്കാൻ വേണ്ടിയിട്ട്. 4 പേരില്ലേ, എല്ലെണ്ണത്തിനെയും കെട്ടി ഒരു കുട്ടി വരണ്ടേ, അതാണ് ഇത്ര ലേറ്റ് ആവുന്നത്. എന്തായാലും ഇപ്പോൾ വരും. മോന് വെറുതെ ടെൻഷൻ അടിച്ചിരിക്കണ്ട കേട്ടാ. ടെൻഷനാ? ആർക്കും? എനിക്കാ? അയ്യേ, എന്തിന്? എടാ തെണ്ടി, എല്ലാം ഒപ്പിച്ചേച്ചിട്ട് ഇരുന്ന് കിണിക്കുന്ന ഇതിനാണ് ഞാൻ തരടാ തെണ്ടി. ആയിക്കോട്ടെ. 2 കൈ നീട്ടി സ്വീകരിച്ചോളാം ഏട്ടാ. ഇപ്പൊ വന്ന കാര്യം നോക്ക്. ഇന്നലെ നൈറ്റും കൂടെ നിന്നോട് ചോദിച്ചിട്ടില്ലേടി, ഇന്നാറ്റിങ്ങൾ ഇവിടെ വന്നിരിക്കണേ? ഇന്നലെ കൂടെ നിന്നോട് ചോദിച്ചല്ലേ? അപ്പം നിനക്ക് വാർത്തോർന്ന് പറഞ്ഞിട്ടായിരുന്നോ? അപ്പോൾ ഓൾ ഓക്കെ പറഞ്ഞിട്ട് ഇപ്പം കിടന്നിട്ട് ചലച്ചോണ്ടിരിക്കുക. ഈ മതിയായിരിക്കും. ഒരു 2 മിനിറ്റ് ഞാൻ നിനക്ക് തരും. അതിനുള്ളിൽ മാറ്റിയിട്ട് താഴേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ തനി കൂടെ നീ അറിയും, കേട്ടല്ലോ? അതമ്മ, ഞാൻ എൻ്റെ ഫാഷൻ എടുപ്പു. എൻ്റെ ദൈവമേ, എൻ്റെ മോളായിപ്പോയി. അല്ലേ വല വിളിച്ച് എന്തീ പറയായിരുന്നു. അല്ല പിന്നെ ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. മധ്യായിരിക്കും താഴേക്ക് വന്നോ? ഞാൻ താഴേക്ക് പോവാണ്. അല്ല, നിങ്ങളോട് 3 ആളോടും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കണേ, കേട്ടല്ലോ? മതിയായിരിക്കും ഇവിടെ വിളിച്ച് താഴേക്ക് വന്നോണ്ടി. മതേ വരുവാ. വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇനി ഒന്നും കൂടെ എന്നെ ഇങ്ങോട്ട് കയറ്റിക്കരുത്, പറഞ്ഞേക്കാം ഞാൻ. ഇല്ല എൻ്റെ അമ്മേ, ഞങ്ങളെന്താ ചേച്ചിയും കൊണ്ട് അങ്ങ് ഇറങ്ങുവാ. അമ്മ നടക്ക്, പിന്നാലെ ഞങ്ങൾ വന്നേക്കാം. വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. അല്ല പിന്നെ എന്നെ ഇനി ഇങ്ങോട്ട് കയറ്റിച്ചാൽ നിങ്ങളും 4 എൻ്റെ കയ്യിൽ നിന്ന് കൊള്ളും. അല്ല പിന്നെ അടിയിൽ ആൾക്കാരുണ്ടെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ദേഷ്യം വരുന്നുണ്ട്. 4 കണക്കാം. സ്വഭാവം ഒന്നിനൊന്ന് മെച്ചം. അല്ല പിന്നെ
എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി 4 ജന്മങ്ങള്. ഓ ആ പോയി 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 തുടങ്ങിക്കോ തുടങ്ങിക്കോ. തുടങ്ങാനാ? എന്ത് തുടങ്ങാൻ? നിന്റെ അടിയന്തരം ഇന്നാ നിന്റെ അവസാന രാത്രിയാണ് പട്ടി. അതിനത് പകലല്ലേ? അയ്യേ, നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു തള്ളേ ഈ വളുപ്പിനൊക്കെ ഇരുന്ന് ഇങ്ങനെ കിണിക്കാൻ? ഇത്രയും വേൾഡ് വൈഡ് ബ്യൂട്ടി ആയ എന്റെ മുഖത്ത് നോക്കിട്ട് തള്ളേന്നോ? ഹൗ ക്രൂവൽ! ഓ ഒന്ന് നിർത്താവോ? നമ്മൾ എന്തിനു ഇവിടെ കൂടിയേക്കുന്നേ? താഴേക്ക് ഇറങ്ങി ചെല്ലാൻ പറഞ്ഞിട്ട് ഇപ്പൊ അമ്മ പോയിട്ടേ ഉള്ളൂ. ഇനി അത് കയറി വരുന്ന വരെ നിങ്ങൾ ഇവിടെ കിടന്ന് ചലിച്ചോണ്ടിരിക്കും. അല്ല പിന്നെ എടി ചേച്ചി, നിനക്കല്ലേ കല്യാണം മുടക്കണ്ടേ? എന്നിട്ട് നീ കൂടെ കിടന്ന് ഇങ്ങനെ ചലിച്ചോണ്ടിരിക്കണേ എന്തിനാ? നിർത്ത്. എന്നിട്ട് എന്തെങ്കിലും തീരുമാനിക്കുക. അല്ല പിന്നെ കുറെ നേരമായി. ഓ പിന്നെ എൻ്റെ പട്ടി വരെ ഈ അമ്മയുടെ കല്യാണം മുടക്കാൻ. അല്ല പിന്നെ ഈ അമ്മ ഈ ഒരുമാതിരി സംഭവം ഈ അമ്മ അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ആ താഴെ വന്നിരിക്കുന്ന കോന്നനെ കിട്ടിയിട്ട് ജീവിതം പട്ടാരണിയാൽ പോലും ഞാൻ വരത്തില്ല ഈ അമ്മയുടെ കല്യാണം മുടക്കാൻ. അല്ല പിന്നെ എനിക്ക് അത്ര ദേഷ്യം വരുന്നുണ്ട്. ഓ ഇപ്പം നോക്കിയാലും പൊങ്ങച്ച മാത്രമേ ഉണ്ടാവുള്ളൂ വായിൽ. ഓ പിന്നെ നീ മുടക്കിയാൽ മാത്രമേ എൻ്റെ കല്യാണം അങ്ങ് മുടങ്ങുള്ളൂ. നീ വേണ്ടറി, നീ എൻ്റെ കല്യാണം മുടക്കിയാൽ വേണ്ട. എനിക്കറിയാം എൻ്റെ കല്യാണം എങ്ങനെ മുടക്കണമെന്ന്. അതിന് വേറെ ഒരുത്തിയുടെ സഹായം എനിക്ക് വേണ്ട, കേട്ടല്ലോ? നീ പോയി എന്തെങ്കിലും കാണിക്കുക. എൻ്റെ കാര്യത്തിൽ ഇനി ഇടപെടാൻ വരണ്ട. ഓ പിന്നെ അല്ലേ ആര് വരുന്നത് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ? എനിക്കതല്ലേ പണി, വേറെ ഒരു പണിയില്ലാതെ ഞാൻ ഒഴിഞ്ഞിരിക്കുവല്ലേ. നിങ്ങൾ പോത്തള്ളേ അവിടുന്ന്. ഓ ഒരു മൂരാഴ്ച തള പൊക്കോണം അവിടുന്ന്. എടി നിന്നോട് ഞാൻ പറഞ്ഞു എന്നെ തളേന്ന് വിളിക്കരുതെന്ന്. എടി എന്റെ പൊന്നി ചേച്ചി, ഈ ചേച്ചിക്ക് ഇപ്പൊ സമാധാനം ആലോചിച്ച് പിണങ്ങി പോയപ്പോ ഈ കല്യാണം മുടക്കണം എന്നുള്ളതേ ഇച്ചിയുടെ ആവശ്യമല്ല, ഈ ചേച്ചിയുടെ ആവശ്യം. അത് ഓർമ്മ വേണം. എന്നിട്ട് വേണം ഇങ്ങനെ കിടന്ന് ചാടി കളിക്കാൻ. അല്ല പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഇന്നലെ നമ്മൾ എടുത്ത പ്ലാൻ ഇല്ലേ, അതെന്നെ അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്തോ. അല്ല പിന്നെ ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. ഇച്ചേച്ചി ശ്രീ പറഞ്ഞതിലും കാര്യമുണ്ട്. നമ്മുടെ മുന്നിൽ ഒട്ടും ടൈമില്ല. ഇപ്പം അമ്മ ഇങ്ങോട്ട് തന്നെ കയറി വരും. അപ്പോൾ നമുക്ക് കിട്ടേണ്ടൊക്കെ കിട്ടുകയും ചെയ്യും. അതിന് മുന്നേ നമുക്ക് എന്തായാലും താഴെ പോകണം. അപ്പോൾ എന്തായാലും ഒരു പുതിയ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് എന്തായാലും ടൈമില്ല. അപ്പോൾ ഇപ്പോഴുള്ള പ്ലാനൊന്ന് നടപ്പിലാക്കാൻ നോക്കും. അല്ല പിന്നെ ഈ ചേച്ചി ഇച്ചിരി വേണ്ടി പറഞ്ഞയക്കുകയും ചെയ്തല്ലോ. ഇപ്പം നമ്മൾ 3 പേരുള്ളൂ. നമ്മൾ 3 നിന്ന് ഒന്നും നടക്കില്ല. ഇച്ചിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടന്നേനെ. അല്ല പിന്നെ ഈ ചേച്ചിയല്ലേ ഇപ്പൊ ഇച്ചീനെ പറഞ്ഞയച്ചേ? ആഹാ, ഇപ്പൊ ഞാൻ പറഞ്ഞതാണ് തെറ്റ്. അവളെ തന്നെ പറഞ്ഞത് നീ ഒന്നും കേട്ടില്ലേ? ഓ എന്റെ പൊന്നിച്ചി, ഇച്ചി കേട്ടിട്ടില്ലേ കാര്യം നടക്കണമെങ്കിൽ കൈതക്കാലം പിടിക്കണമെന്ന്? അത്രേ ഉള്ളൂ. അതറിയുന്നോണ്ടല്ലേ നിങ്ങളോടൊക്കെ ചോദിച്ചേ. എന്തു എങ്ങനെ കേട്ടില്ല? അത് കേൾക്കാനേ എന്റെ കൊച്ചിന് പ്രായമായിട്ടില്ല. പ്രായമാകുമ്പോ ഈ ചേച്ചിനെ പറഞ്ഞുതരാടി. ഇച്ചേച്ചി ഉനക്ക് കൊഞ്ചം കൂടുന്നുണ്ട് കേട്ടോ. ഞങ്ങളും പോവും കേട്ടോ ഇച്ചി പോയ പോലെ. എന്റെ പൊന്നു മക്കളെ ചതിക്കാതെ, ഈ ചേച്ചി പാവല്ലേടി. അത് വാ, നമുക്ക് എന്തായാലും പോയി കല്യാണം മുടക്കാം. വാ. ഇങ്ങനെ ഞാൻ എവിടെയോ അപ്പിയേട്ടനെന്തിവിടെ? ഇനി ചേച്ചിനെ പെണ്ണാണോ വന്നത്? അപ്പിയേട്ടൻ എങ്ങനാണോ? ഈ പരട്ട ശബ്ദം ഞാൻ എവിടെയോ. ശ്രീഷ, മനുഷ്യ, ഇതാണോ തന്റെ ബിസിനസ് മീറ്റിംഗ്? താൻ എന്നോട് എന്ത് പറഞ്ഞിട്ടാണോ ഫോൺ കട്ട് ചെയ്ത് പോയേ? എടി മോളെ, അങ്ങനൊന്നല്ല. ഞാനിത് ബിസിനസ് മീറ്റിങ്ങിന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഇവര് ഇങ്ങോട്ട് വരികയെന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇവരുടെ കൂടെ ഒന്ന് വന്നേ ഉള്ളൂ. ഇനി നിങ്ങൾ കൂടുതൽ കിടന്ന് മെഴുകൊന്നും വേണ്ട മനുഷ്യ. 4 കൊല്ലം എന്നെ സ്നേഹിച്ച് പറ്റിക്കായിരുന്നല്ലേ അപ്പൊ നിങ്ങള്? മോളെ ശ്രീഷ, നീ എന്താടി ഇങ്ങനൊക്കെ പറയണേ? നിനക്കറിയാൻ പാടില്ലേ ഞാൻ നിന്നെ എന്തോരം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം? വേറെ എല്ലാരും കാട്ടി നന്നായിട്ട് നിനക്കറിയില്ലേ? പിന്നെ എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ഊഞ്ഞാലാടാനാ? എന്റെ പെണ്ണ് നന്ദേട്ടന് പെണ്ണാണാൻ വേണ്ടി വന്നതാടി. ഓ അപ്പൊ നന്ദേട്ടനായിരുന്നു ചേച്ചിയുടെ അതെന്താ നിർത്തിയേ? പൊടിപ്പല്ലേ. കേട്ടു ശ്രീധർ, ഒരു കല്യാണം നടത്തണമെന്ന് വിചാരിച്ച് വന്നതായിരുന്നു. ഇപ്പോ 2 കല്യാണം നടത്തേണ്ട അവസ്ഥയാണല്ലോ. അതെ, എന്തവിടെ നടക്കുന്നതെന്ന് ചോദിക്കേണ്ട കാര്യം പോലും വന്നില്ല. അതിൻ്റെ ഇടയിൽ തന്നെ പറഞ്ഞല്ലോ 4 വർഷമായിട്ടുള്ള റിലേഷൻ ആണെന്നെല്ലാം. ഇനിയിപ്പോ നമുക്ക് ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. അല്ല, എന്താണ് ഇവിടെ നടക്കുന്നത്? ഇതൊക്കെ എപ്പോ? എടാ സഞ്ജു, നമുക്ക് ഈ ശശിന്ന് സോമനിലേക്ക് വിതലിമ്പിച്ച അവസ്ഥയാണല്ലോ. വിതലിമ്പിക്കേ? അതെന്തോന്ന്? ഓ, ഇതിന്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കാതെ തെണ്ടി മൂഞ്ചിതാണ് ഉദ്ദേശിച്ചേ. അതങ്ങോട്ട് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞാ പോരായിരുന്ന? എന്തിന്റെ കാര്യം ഉണ്ടായിരുന്നു? ഓ, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. അല്ല, എന്താ അമ്മമാര് രണ്ടൊന്നും വേണ്ടാത്തെ? നിങ്ങക്ക് എന്താ അഭിപ്രായം? ഞങ്ങൾക്ക് എതിരഭിപ്രായമൊന്നുമില്ല. ഞങ്ങൾക്കെന്നും മക്കളുടെ സന്തോഷം തന്നെയല്ലേ വലുത്. അതെ, പക്ഷേ അവര് ഞങ്ങളോട് പറയാത്തതിനൊരു ചെറിയ നീരസമുണ്ട്, അത്രേ ഉണ്ടാവുള്ളൂ. സോറി അമ്മ, ഞങ്ങൾ ചേച്ചിയുടെ ചേട്ടനെ കല്യാണം കഴിഞ്ഞിട്ട് പറയാന്ന് കരുതിയതായിരുന്നു. അതെ, അവരിനൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം പറയാൻ പറ്റില്ലല്ലോ. അതാ പിന്നെ. സാരില്ല, പോട്ടെ. ഏതായാലും ഇപ്പോഴെങ്കിലൊക്കെ എല്ലാം അറിഞ്ഞല്ലോ, സമാധാനം. അയ്യടാ, എന്താ രണ്ടിന്റെ ചിരി?
അല്ല പിള്ളേരെ, ഇനി നിങ്ങൾക്കും ഉണ്ടോ ഇങ്ങനെ എന്തേലും? അങ്ങനെയാണെങ്കിൽ പറ, നമുക്ക് നാലും കൂടെ ഒരുമിച്ച് അങ്ങ് നടത്താന്നേ. ഞങ്ങൾക്ക് രണ്ടിനും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കത്തൊന്നും ഇല്ലായിരുന്നു. എപ്പോഴോ നിങ്ങളോട് പറഞ്ഞിട്ട് എല്ലാം സെറ്റാക്കിയേനെ. ആ കോഴി സ്വഭാവം ഉണ്ടായതുകൊണ്ടാണ് ഒരുത്തി പോലും സെറ്റാവാഞ്ഞ്. ഓ, എന്നിട്ട് നല്ലവനായോണ്ടിരിക്കി എത്രണ്ണം സെറ്റായി? എടാ, അതൊരു 10-15 ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് മെഴുകുമായിരുന്നു. അപ്പോഴാണ് നമ്മൾ വേറെ കല്യാണം ആലോചിച്ചേ അല്ലേ? പോടതേണ്ടി. ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? നിങ്ങൾക്ക് വഴക്കുണ്ടാക്കാനായിരുന്നോ? ഇതിനാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് വഴക്കുണ്ടാക്കിയാൽ പോരായിരുന്നോ? ഹേയ് മാധവ്, അതിനൊന്നും കുഴപ്പമില്ല. നമ്മളിങ്ങനെ ഫ്രണ്ട്ലി രീതി പോയാലല്ലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ നല്ലതാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം എൻ്റെ ഒരാളല്ലല്ലോ, രണ്ടുപേരും ഒരു സ്ഥലത്തേക്കല്ലേ വരുന്നത്. അപ്പം എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം എന്ന് വെച്ചാൽ എല്ലാവരും ഒരു ഫ്രണ്ട്ലി ടൈപ്പാണല്ലോ എന്നോർക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. എൻ്റെ രണ്ട് ഏട്ടത്തിമാരെ കാര്യം ആലോചിച്ചിട്ട് അങ്കിൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഞാൻ നോക്കിക്കോളാന്നേ അവരെ, എൻ്റെ പൊന്നു ചേച്ചിമാരായിട്ട് പോരെ. ഓ മതിയല്ലോ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അല്ല, ഇത്ര നേരമായിട്ട് ഞങ്ങൾ കാണാൻ വന്ന ആളെ കണ്ടില്ലല്ലോ, എൻ്റെ ആദ്യത്തെ ഏട്ടത്തിനെ. ആ അവരിപ്പോ വരാന്നാ പറഞ്ഞേ. ഞാൻ ഒന്നുകൂടെ ഒന്ന് പോയി നോക്കട്ടെ എന്നാ. ഏയ് അതിന്റെ ആവശ്യമില്ല, ദേ വരുന്നു 3 പേരും. 3? അതെൻ്റെ ശ്രീയല്ലേ? ഓ, എനിക്ക് വയ്യ. ഓ മൈ ഗുഡ്നസ്, വാട്ട് എ ബൂട്ടി. ഇവളെന്തവിടെ? ഇവര് മൂന്നും തണ്ടി പോയാണല്ലോ ഇരിക്കുന്നത്. യു മീൻ നെറ്റ്സ് ബോയ്സ് ക്യൂറ്? ഓഫ് കോഴ്സ്, അത് തന്നെ. ഓ ഐ സീ. യോ മരമാക്രി. ആര്? ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ അതിന്റെ പിന്നാലെ നടക്കുന്ന ഒരു മാക്രി കുഞ്ഞിനെ കുറിച്ച്? അവനാണത്. ഒരു സീബ്രേന്റെ കുപ്പായ ഇട്ടിട്ട് ഒരുമാതിരി ഇളിച്ചിരിക്കുന്നില്ലേ, അവൻ തന്നെ. ഓ, നിന്റെ താറാവ് കുഞ്ഞ്. പൊടി പട്ടി. അല്ല ശ്രീ, ഈ ചേച്ചിക്ക് തന്നെ പറ്റിയേ? അല്ല, ഇതെന്താ 3 പേരും അവിടെ തന്നെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ, ചോദിക്കട്ടെ. ആ ആന്റി, ചേച്ചി വാ നടക്ക്. എന്നാ ചടങ്ങ് തെറ്റിക്കണ്ട. മോളെ ശ്രീതു, നീ ആ കോഫി എടുത്തിട്ട് മോന് കൊടുക്ക്. അതുപോലെ തന്നെ മോളെ ശ്രീഷ, നീയും കൊടുക്ക്. ചേച്ചിയുടെ പെണ്ണാണല്ലേ, പിന്നെന്താ ഇച്ചി? അത് വേറൊന്നുമല്ല മോളെ, ഇവര് 4 വർഷമായിട്ടുള്ള റിലേഷനിലാണത്രേ. ഞങ്ങളിപ്പോഴാണ് അറിഞ്ഞപ്പോ പിന്നെ ഇനി നീട്ടിക്കൊണ്ട് പോണ്ട, ഇവരുടെ കൂടെ തന്നെ ഇവരതും കൂടെ നടത്താന്ന് കരുതി. 4 വർഷോ? പിന്നല്ലാണ്ട് ഇജിങ്ങനെ നടന്നോ, ബാക്കിയുള്ളവരെ പുറകെ നടത്തിക്കാണ്ട് കണ്ടു പഠിക്കിതൊക്കെ. ഓ ഇങ്ങരുത്. എന്നാ കൊടുക്ക്. എന്നാ മക്കൾക്ക് വല്ല സംസാരിക്കണ്ടെങ്കിൽ അവര് സംസാരിക്കട്ടെ അല്ലേ? ബാ മോളി ശ്രീഷു, നമുക്ക് പോവാം. എവിടെ പോകുന്നു രണ്ടും? ഒന്നവിടെ നിന്നേ. എവിടെയും പോകുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്കുന്നു. കുറേ കാലം കുറേ മിനിറ്റും പറഞ്ഞതൊക്കെ അല്ലേ, അതൊക്കെ മതി കേട്ടാ. ഇനി കൂടുതലായിട്ടൊന്നും വേണ്ട. ഇപ്പോൾ അങ്കിള് പറഞ്ഞതേ ഇവർ രണ്ടുപേരുടെ കാര്യമാണ്. ഇവർ രണ്ടുപേരും പോയിട്ട് സംസാരിച്ച് വരട്ടെ കേട്ടാ. അതെ, രണ്ടും എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ അങ്ങ് നിന്നാൽ മതി. നന്ദേട്ടാ, ചേച്ചിനെ വിളിച്ചിട്ട് പോക്കെ. എന്നിട്ട് എന്തെങ്കിലും സംസാരിക്കാണ്ടേ പോയി സംസാരിക്കേ. ചെല്ലി പോ. എനിക്കൊന്നും സംസാരിക്കില്ല, അതും ഇവളോട്. എനിക്കാണോ ഇയാളോട് സംസാരിക്കാനുള്ള? ഇക്കൊന്നും സംസാരിക്കാനില്ല. പക്ഷേ മക്കളെ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നിങ്ങൾ പോയി സംസാരിച്ചിട്ട് നിങ്ങൾ നല്ലൊരു തീരുമാനം എടുക്കുക. എന്നിട്ട് അത് ഇവിടെ വന്ന് പറ. അതെ മക്കളെ, നിങ്ങൾ ചെല്ല്, നിങ്ങൾ പോയി സംസാരിക്കുക. എന്നിട്ട് നല്ലൊരു തീരുമാനം തന്നെ ഇവിടെ വന്ന് പറ. മോളെ ശ്രീതു, ചെല്ല്, മോനെ കൊണ്ട് റൂമിലോട്ട് ചെല്ല്. എന്നിട്ട് നിങ്ങളൊന്ന് സംസാരിക്കും മനസ്സ് തുറന്നിട്ട്, കേട്ടോ? ആച്ചാ, താൻ വാ. ആ പോക്ക്
കണ്ടിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് സുഖമില്ലല്ലോ. ആ അതെ അതെ, എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. താനോ? അതെ, ഞാൻ തന്നെ. എടുപ്പോടെ അവിടുന്ന്. ഹലോ ഗൈസ്, എന്തോ ഒരു അപാകത മണക്കുന്നില്ലേ? ഒന്നും മണക്കുന്നില്ലല്ലോ. അതെ, എനിക്കൊന്നും മണക്കുന്നില്ലല്ലോ. ഓ, എല്ലാം ഒരു അച്ചിലിട്ട് വാർത്ത മാതിരി. അതല്ല ചേട്ടാ ഉദ്ദേശിച്ചേ. ആര് പോയിട്ട് കുറെ നേരമായില്ലേ, ഇതുവരെ അങ്ങോട്ട് കാണുന്നില്ലല്ലോ. പോയ പോക്കത്ര ശരിയില്ലായിരുന്നു, അതായിരിക്കും. ഓ, ഒന്നെങ്കിലും ഉണ്ടല്ലോ സമാധാനം. മോളെ, നീ എന്റെ അനിയത്തി തന്നെ. മാറോ, താനേ അടുത്തേക്കൊന്നും വരണ്ട, ദൂരം ഒന്ന് പറഞ്ഞാ മതി. ഇതെന്തോന്ന്? അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് അവര് പോയി നോക്കിയാലോ? ആ നോക്കാം, ബാ മോളെ. മോളെ ശ്രീയ, ചേട്ടൻ പിടിക്കണോ കൈ? താൻ പോടാ അവിടുന്ന്. ബൈ ദ ബൈ ക്യൂട്ടി, ക്യൂട്ടിയുടെ പേരെന്താണ്? നൺ ഓഫ് യുവർ ബിസിനസ്. സത്യോ? തനിക്ക് നന്നായിട്ട് ചേരും, കൊള്ളാലോ. ഡോ, തന്റെ ചാട്ട എങ്ങാട്ടാന്നൊക്കെ മനസ്സിലായി, പക്ഷെ ഇപ്പോഴത് വേണ്ട. ഓവറായാലേ തന്റെ മോന്തര ഷേപ്പ് ഞാൻ തന്നെ അങ്ങ് മാറ്റിക്കളയും. താല്പര്യകക്ഷിയല്ല. അല്ല, എന്താണ് ഇവിടെ നടക്കുന്നത്? രണ്ടിന് വട്ടായ? അല്ല ചേച്ചി, ചേച്ചിക്ക് ചേട്ടനെ ആദ്യം അറിയോ? അത് അങ്ങനൊക്കെ ചോദിച്ചാ അറിയാം. എങ്ങനെ അറിയാന്ന്? അത് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എൻ്റെ ഒരു ശത്രുവിനെ കുറിച്ചിട്ട്. അതിതാ ഇയാളാണ്. അതായത് ചേച്ചി എവിടെയൊക്കെ പോയാലും അവിടെയൊക്കെ പിന്നാലെ വന്നിട്ട് ചേച്ചിനോട് വഴക്കുണ്ടാക്കുന്ന യായ, അത് തെന്നി. എന്തോന്ന്? ഞാൻ എപ്പോഴാടി നിന്റെ പിന്നാലെ വന്നിട്ട് നിന്നോട് വഴക്കിടാൻ നിന്നേ? നീയല്ലേ എന്റെ മെക്കോട്ട് കയറാൻ വരുന്നത്? ഫസ്റ്റ് കണ്ട മുതൽ നീയല്ലേടി എന്റെ മെക്കോട്ട് കയറാൻ വേണ്ടി വരുന്നത്, അല്ല ഞാനാണോ? എടാ മരമാക്രി, നീയല്ലടാ എപ്പോഴും നോക്കില്ല എന്റെ തലയ്ക്ക് എടുക്കാൻ വരുന്നേ. എന്നിട്ട് നീ ഇപ്പൊ അതല്ല എന്റെ തലയ്ക്ക് ഇടാൻ നോക്കുന്ന കള്ളപ്പട്ടി. ഓ, ഈ ബഹുമാനില്ലാത്ത ഈ സാധനത്തിനാണ് നിങ്ങൾ എല്ലാരും കൂടെ കൂട്ടിയിട്ട് എന്റെ തലയ്ക്ക് ഇടാൻ നോക്കുന്നത്. എനിക്കൊന്നും വേണ്ട ഈ സാധനത്തിന്. പിന്നെ എനിക്കാണ് തന്നെ വേണ്ടേ? എനിക്കൊന്നും വേണ്ട തന്നെ. തന്നെ കിട്ടിയാൽ എന്റെ ജീവിതം പണ്ടാറടിക്ക് പോകും. ഈ സാധനത്തിന് മതിയായിരിക്കും എന്റെ മുന്നിൽ പിടിച്ചോണ്ടിരിക്കോ, അല്ലെങ്കിൽ ഇവിടെ നടക്കുമ്പോൾ അടുത്ത ചടങ്ങേ 16 അടിയന്തരായിരിക്കും ഈ സാധനത്തിന്റെ. പിന്നെ അപ്പൊ താൻ പറഞ്ഞോണ്ടിരിക്കണേ എന്നാണ്ട് ഉണ്ടാക്കുന്നാണോ? അന്ന് ഉണ്ടാക്കണോ? ഉണ്ടാക്ക്, ഞാൻ ഒന്ന് കാണട്ടെ. ഉണ്ടാക്ക്. ഒന്ന് നിർത്തുന്നുണ്ടാ? എന്താണ് ഇവിടെ നടക്കുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ ഒന്ന് പറഞ്ഞു തരുമോ? അല്ലെങ്കിൽ എന്താ കാര്യം ഒന്ന് പറഞ്ഞു തരുമോ? അതന്നെ, എന്താ കാര്യം എന്ന് വെച്ചാൽ അതൊന്നും കൊണ്ട് പറയും. അല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യാൻ അങ്ങോട്ടും കൂടി നോക്കിയിട്ടുണ്ട്. കഴുത്ത് വേദനിക്കുന്നു. കഥ അറിയാതെ ആട്ടം കണ്ട മാതിരി ഇരിക്കാത്തണ്ട് കുറെ നേരായി. എന്തെന്ന് വെച്ചാൽ ഒന്ന് പറയുന്നുണ്ടാ? അതൊക്കെ ഒരു വലിയൊരു കഥയാണ്. ആടാ, എന്നാ ശരിക്കും പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞുതരാം. പണ്ട് ഒരു 5-6 മാസങ്ങൾക്ക് മുന്നേ ഒരു വലിയൊരു കഥ ഉണ്ടായി. അതാണിത്. എടി ചേച്ചി, മതി കഥാപ്രസംഗം നടത്തിയേ, ഇനി കാര്യത്തിലോട്ട് വാ. ഓക്കെ, ബാക്ക് ടു സ്റ്റോറി. ഒരു 5-6 മാസങ്ങൾക്ക് മുന്നേ ഒരു വെയിലുള്ള രാവിലെ. എന്തോന്ന് മഴയുള്ള രാവിലെ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെന്ത് വെയിലുള്ള രാവിലെ? എന്തോന്ന്, മഴയ്ക്ക് മാത്രമേ അലങ്കാരം പറ്റുള്ളൂന്നുണ്ടാ? വെയിലിന് എന്താ അലങ്കാരം ആയിക്കൂടെ? മിണ്ടായിരുന്നു കേക്കടർക്ക. ഓ, നമ്മളില്ലേ? പറഞ്ഞു. അങ്ങനെ മഴയുള്ള രാവിലെ. മഴയല്ല, വെയില്. ഓ പുല്ല്, മഴയല്ല വെയില്. ഓ, ഈ ചെറുക്കനെയാട്ടല്ലോ. അന്ന് അമ്മ വിളിച്ചുണർത്താതെ എഴുന്നേക്കാത്ത ഞാൻ നേരത്തെ എഴുന്നേറ്റു. നല്ല കുളിച്ച് നല്ല സുന്ദരിക്കുട്ടിയായിട്ട്. സുന്ദരിക്കുട്ടിന്ന് മനുഷ്യച്ചായിട്ട് കാര്യമില്ലല്ലോ അല്ലേ? ഞാൻ സുന്ദരിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവരും അറിയാലോ. അത് വേറെ കാര്യം. എന്നിട്ട് മന്ദം നടന്നു പോവുമായിരുന്നു. ടിടി നിർത്ത്. നിന്റെ എസ്പീക്കറും കേൾക്കാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല. അതുകൊണ്ട് നീയേ നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം എന്ന് മാത്രം ഇവരോട് പറഞ്ഞു കൊടുത്താൽ മതി. അല്ലാതെ നിന്റെ എസ്പീക്കറേറ്റ് ഇങ്ങടിക്ക് വരാൻ നിൽക്കണ്ട. ഓ, ഇങ്ങനെ സമ്മതിക്കൂല. അത് വേറെ ഒന്നുമില്ല. ഞാൻ നേരെ പോയത് കോഫി ഷോപ്പിലേക്കായിരുന്നു. അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നീച്ചതും ഞാൻ കോഫി എടുത്ത് തിരിഞ്ഞതും ഒരു ടൈമായിപ്പോയി. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കോഫി ഇങ്ങനെ വേറെ അങ്ങോട്ട് പറഞ്ഞു. അതിൻ്റെ പേരിൽ ഇങ്ങനെ അവിടെ കിടന്നുണ്ടാക്കിയ പോകിലൊന്നും പറയണ്ട. ഇങ്ങേരുടെ വാക്ക് കേട്ടപ്പോൾ എനിക്കെന്താ ചൊറിഞ്ഞു കയറി. അപ്പോൾ ഞാനും അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു. പിന്നെ ഞങ്ങൾ എവിടെ വെച്ച് കണ്ടാലും ഇതേ അവസ്ഥ. പിന്നെ വെറുതെ ഒന്നുമല്ലല്ലോ ഞാൻ ചൂടായത്. കോഫി മറിച്ചിട്ടിട്ട് ഒരു സോറി പോലും പറയാതെ അത് പോരാത്തേരെ എന്നോട് എൻ്റെ തെറ്റാന്നുള്ള രീതിയിൽ സംസാരിക്കും കൂടെ ചെയ്തോണ്ടല്ലേ നിന്നെ ഞാൻ പലതും പറഞ്ഞേ. താൻ പറഞ്ഞോണ്ടല്ലേ ഞാനും തിരിച്ചു പറഞ്ഞേ. പക്ഷെ ഒന്ന് നിർത്തുന്നുണ്ടാ? കുറെ നേരായി. അല്ല, നിങ്ങൾ എന്താ താഴെ പോയി പറയാൻ പോകുന്നത്? അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. എന്ത് പ്രത്യേകിച്ച് പറയാനാണ്? ഈ കല്യാണം നടക്കത്തില്ല. എനിക്ക് പറ്റത്തില്ല ഇങ്ങനെ കെട്ടാൻ. അതെനിക്ക് പറയാനുള്ളൂ. ഞാൻ അവളെ കിടത്തില്ല.
അങ്ങനെ അവരുടെ കല്യാണവും കഴിഞ്ഞു. എനിക്കും ഉണ്ടൊരുത്തി. എന്ത് കാര്യം എന്നൊന്ന് തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല. ഏ ചിരിച്ചാ മോളെ ശ്രീഷ? പിന്നെ കാണാവേ, കാണണം. ശ്ശോ, എനിക്ക് വയ്യ. ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ ഞാൻ എവിടെ പോവാനാ? നീ എവിടെയും പോ, എനിക്കിപ്പോ എന്താ? അതെ, നിങ്ങളോട് വഴക്കുണ്ടാക്കാനുള്ള മൂഡിലല്ല ഞാൻ. പിന്നെ പിന്നെ കൊച്ചെന്ന് മൂടില്ല. ഇതാ മനുഷ്യ, അടങ്ങി നിന്ന് താനവിടെ. എന്നെ കൊണ്ട് വെറുതെ ഓരോന്ന് പറയിപ്പിക്കാൻ നിൽക്കണ്ട. അല്ല പിന്നെ നീ എന്ത് പറയുന്നേ പറയടേ? നിങ്ങളോട് എനിക്ക് വഴക്കുണ്ടാക്കാൻ താല്പര്യമില്ല. ഒന്ന് മിണ്ടാതിരിക്കാവോ? ഓ, ഞാൻ മിണ്ടാതിരിക്കാം. എനിക്ക് നിന്നോട് മിണ്ടണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താന്ന് വെച്ചാൽ പറഞ്ഞു തുറക്കിയേ. ഓ, ഓടി പറഞ്ഞു തുറക്കാൻ തന്നെ പോകുന്നേ. എന്നാ ഒന്ന് പറയാവോ? ഓ, ഇവളിത് എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കല്ലേ. നീ എൻ്റെ ഭാര്യയാണ് എന്ന് വിചാരിച്ചിട്ട് നീ എൻ്റെ ഒരു കാര്യത്തിൽ ഇടപെടാൻ വരരുത്. എൻ്റെ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാൻ നിൻ്റെ കഴുത്തിൽ താലിയിട്ടിട്ടുള്ളത്. പക്ഷെ ആ ഒരു അധികാരം വെച്ച് നീ എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാൻ വന്നേക്കരുത്. ഈ റൂമിൻ്റെ അകത്ത് നമ്മൾ അപരിചിതർ മാത്രമായിരിക്കും. റൂമിന് പുറത്ത് അവരുടെ മുന്നിൽ മാത്രമായിരിക്കും നല്ല ഭർത്താവും ഭാര്യയായിട്ട് ജീവിക്കേണ്ടേ. അതും വെറും അഭിനയം മാത്രം. കേട്ടല്ലോ? ഹലോ മിസ്റ്റർ, താൻ എന്ത് കരുതി? തന്നോടുള്ള അടങ്ങാത്ത പ്രേമം കൊണ്ടാണ് ഞാൻ തന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായതെന്നാണാ? അതുകൊണ്ടാണ് കെട്ടി ഇപ്പോൾ ഇതിവിടെ വന്നിരിക്കുന്നതെന്ന് കരുതിയാ? ഒരിക്കലുമില്ല. എൻ്റെ അപ്പൻ്റെ അമ്മയുടെ സമ്മതപ്രകാരം അവരുടെ ആഗ്രഹപ്രകാരം മാത്രമാണ് ഞാൻ തന്നെ കല്യാണം കഴിച്ചിട്ടുള്ളത്. അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. കേട്ടല്ലോ? പിന്നെ എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ താനും ഇടപെടാൻ വരണ്ട. തൻ്റെയിൽ ഞാനും ഇടപെടത്തില്ല. പിന്നെ 1 വർഷത്തിനകം എന്നെ ഇതിൽ നിന്ന് മോചിതമാക്കിക്കോണം. പറഞ്ഞേക്കാം ഞാൻ. എനിക്ക് തന്നെ മാറ്റി ഒരുത്തനെയൊന്നും കല്യാണം കഴിച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കാനൊന്നും കഴിയില്ല. എൻ്റെ ആഗ്രഹത്തിനൊത്ത് ഒരാളേ ഇല്ല താൻ. ഓ പിന്നെ പിന്നെ എൻ്റെ ആഗ്രഹത്തിനൊത്ത് ദൈവം പണി കഴിപ്പിച്ച ശില്പാണല്ല. അല്ലാന്ന് കണ്ടാലും മതി. മരമാക്രി, താൻ ഇവിടെ കടന്ന് ചിലക്കി. തന്നിട്ട് ഒന്നിനും സംസാരിക്കാൻ ഒന്നിനും വരുന്നില്ല. ഞാൻ പോകുന്നതാണ്. കിടന്നുറങ്ങട്ടെ ഞാൻ. അതെങ്കിലും നടക്കട്ടെ. ഡിഡി പെണ്ണെ, നിനക്ക് മാത്രം കിടന്നാ പോരാ, എനിക്കും കൂടെ കിടക്കണോ? അങ്ങ് നീ കിടന്നേ. ഓ, ഇങ്ങേരിത് കേടാ. അന്റെ ഭയം ഇരിക്കട്ടും. ഡോ കിടന്നുറങ്ങടി. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ഇന്ന് അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 മാസമായി. ശ്രീഷയും അഭിയും അവരുടെ ലൈഫ് അടിച്ച് പൊളിത്ത് തന്നെ ജീവിക്കുന്നു. അതുമാത്രമല്ല, ഷീസ് പ്രഗ്നൻറ്റ്. ഇപ്പോൾ 4 മാസമായിട്ടോ. പിന്നെ നമ്മുടെ ശ്രീമ ആൻഡ് അഭിറാം അവരും അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ശ്രീയ ആൻഡ് സഞ്ജയ്, അവരുടെ കാര്യം ഒന്നും പറയണ്ട. ഇപ്പോഴും സഞ്ജയ് ശ്രീയയുടെ പിന്നാലെ തന്നെയാണ്. പക്ഷേ അവൾക്കൊരു ചാൻസായിട്ടുണ്ടെങ്കിൽ പോലും അവളങ്ങ് പിടികൊടുക്കുന്നില്ല. അത് വേറൊരു കാര്യം. പിന്നെ നമ്മുടെ മെയിൻ കപ്പിൾസ് ശ്രീതു ആൻഡ് അഭിനവ്,
അഭിയാണെന്നുണ്ടെങ്കിൽ ശ്രീധുവിന് എന്തൊക്കെ കാര്യം കൊണ്ട് അവളെ ബുദ്ധിമുട്ടിക്കണോ അതെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മുടെ ശ്രീധു ആളത്ര നിസ്സാരക്കാരിയല്ലല്ലോ. അവളും തിരിച്ച് അവർക്ക് പറ്റുന്ന രീതിയിൽ അവർക്ക് നല്ല പണി കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ മുന്നിൽ അവർ നല്ല സ്വീറ്റ് ആൻഡ് ഹോട്ട് കപ്പിൾസ് ആണെങ്കിൽ പോലും അവരുടെ റൂമിൽ എത്തിക്കഴിഞ്ഞാൽ അവർ വെറും കുതകളായിരിക്കും. അവരുടെ തനി ഗുണം എന്താണെന്ന് അവരുടെ റൂമിലെത്തിയാൽ മാത്രമേ എല്ലാവർക്കും മനസ്സിലാവുകയുള്ളൂ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു 4.5-4.25 മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു ഡേ ആണ്. നമുക്കെന്നാ നേരിട്ട് പോയി കണ്ടാലോ? ഇതോ മനുഷ്യ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. നീ എവിടെ വേണേലും പോ. എന്തിനാ എന്നോട് പറയണ്? അയ്യോ, നിങ്ങളോട് പറയാൻ എനിക്ക് അത്ര പൂതിണ്ടായിട്ടൊന്നല്ല. സ്നേഹനിധിയായ ഭാര്യ എവിടെ പോയി ആരെങ്കിലും ചോദിച്ചാൽ അതറിയാൻ പാടില്ലാത്തൊരു മൺകോസനാവണ്ടല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. നീ ഇപ്പൊ പറഞ്ഞ സാധനല്ലേ അത് നിന്റെ കെട്ടിയോൻ? ഒന്ന് പോടി. ആ, ഞാനും അതിനെ പറഞ്ഞേ. ഡി നീ എന്തിനോ പോവാൻ വേണ്ടി ഇറങ്ങിയതല്ലായിരുന്നാ? പോ മതി ഇവിടെ നിന്നേ. പോവാൻ നോക്ക്. ഓ, ഞാൻ എല്ലെങ്കിലും പോവാണ്. നിങ്ങളെ കളിപ്പിച്ചിരിക്കുവല്ല അല്ലെങ്കിലും. ഓ എന്നാ പോ തമ്പുരാട്ടി. ഒന്ന് പോടായിരുന്നു. ഡി പുല്ലേ, ഇപ്പൊ സമയമില്ല, വന്നിട്ട് ബാക്കി. എന്താണെന്നറിയില്ല, ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ കഴിഞ്ഞു പോയ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട എന്തോ തിരിച്ചു കിട്ടുന്ന മാതിരി ഒരു ഫീൽ. എന്താണെന്നറിയില്ല. എന്തൊക്കെയായാലും നല്ലതിനാവട്ടെ. മോളെ ശ്രീതു, എവിടെയായിരുന്നു ഇത്രയും കാലം? കുറെ ആയാലും ഈ വഴിക്കൊക്കെ കണ്ടിട്ട്. ആ, ശ്രീധരേട്ടനോ? ഏട്ടന് സുഖമല്ലേ? ഓ പിന്നെ, എനിക്ക് സുഖമാണ് മോളെ. മോൾക്ക് സുഖമല്ലേ? കുറെ കാലമായല്ലോ ഈ വഴിക്കൊക്കെ കണ്ടിട്ട്. ആ, അത് ചേട്ടാ, അത് പിന്നെ വേണ്ട, എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങളാണെങ്കിൽ പറയൊന്നും വേണ്ട, കുഴപ്പമൊന്നുമില്ല. മോൾക്ക് സുഖമല്ലേ? ആ ചേട്ടാ, എനിക്ക് സുഖം. പിന്നെ ചേട്ടാ, ആ ബുക്ക്. മോളുടെയും മോൻ്റെ ആ ബുക്കല്ലേ? അതവിടെ തന്നെ ഉണ്ട് മോളെ. മോനും കുറേ കാലമായി ഇങ്ങോട്ടേക്ക് വരുന്ന കാണുന്നില്ല. എന്ത് പറ്റിയാണെന്തോ നിങ്ങൾ രണ്ടുപേരുള്ള വരവ് നിർത്തി എന്ന് തോന്നി എനിക്ക്. എന്തായാലും മോള് ചെന്ന് നോക്ക്, ബുക്ക് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ആ ചേട്ടാ, എന്നാ ശരി. മോളെ, എന്നാ മോള് ചെല്ല്. എൻ്റെ ജീവിതത്തിൽ ഒരു നാൾ ഞാൻ അടച്ചു വെച്ച പുസ്തകം ഇനിയും വീണ്ടും തുറക്കണമെന്ന് ആഗ്രഹിച്ചാല, പക്ഷേ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. ഇത് വീണ്ടും തുറക്കാൻ തന്നെയായിരുന്നു എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. അതാണ് ഇന്ന് ഞാൻ നിന്നെ തേടിയെത്തിയത്. ജീവിതത്തിൽ പല പ്രതിസന്ധികളും നേരിട്ടാണ് ഇന്ന് ഞാൻ മുന്നോട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അറിയില്ല എൻ്റെ ജീവിതം എവിടെ പോയി അവസാനിക്കുമെന്ന്. എന്തൊക്കെയായാലും സന്തോഷം മാത്രമേ ഉള്ളൂ. നിന്നോട് പറയാൻ മറന്നു, എൻ്റെ വിവാഹം കഴിഞ്ഞു. എനിക്കറിയില്ല നമ്മൾ തമ്മിൽ എന്തായിരുന്നു എന്ന്. രണ്ടുപേരും വരും, പുസ്തകത്തിൽ എന്തെങ്കിലും ഇരുന്ന് കുറിക്കും. അത് രണ്ടുപേരും പല സമയങ്ങളായി വായിക്കും. അതിൽ സന്തോഷം കണ്ടെത്തും. ഇതല്ലേ ഇന്നേ വരെ നമ്മൾ തമ്മിലുണ്ടായിരുന്നത്. നമ്മൾ തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിന് എന്ത് പേരിട്ട് വിളിക്കണം എനിക്കറിയില്ല. എന്തൊക്കെയായാലും ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട് എന്നെ ഒരുപാട് സന്തോഷിച്ചതിന്. താങ്ക് യു. ഇനി ഞാൻ വരില്ല ഇങ്ങനെയൊരു എഴുത്തെഴുതാൻ. ബായ്. അത് പിന്നെ എന്താ കിസ്? കിസ്സോ? രണ്ടു സത്യം പറഞ്ഞോ? എന്ന്, എപ്പോ, എങ്ങനെ? എല്ലാം വള്ളിപ്പുള്ളി തെറ്റാതെ പോരട്ടെ. എന്നൊക്കെ ചോദിച്ചാ ഒരു ജസ്റ്റ് 1 month. ഡേർക്ക അധികം കിണിക്കാതെ കിടന്ന് പറഞ്ഞാൽ മതി കേട്ടാ. അതൊന്ന് പെണ്ണാണാൻ പോയില്ലേ? അന്ന് തന്നെ എനിക്കിവിടെ അങ്ങ് ഇഷ്ടമായി. അപ്പോൾ പിന്നെ അന്ന് തൊട്ട് ഞാൻ ഇവളുടെ പിന്നാലെ തന്നെയാണ്. അങ്ങനെ ഒരു 3 മാസം ഞാൻ ഇവളെ പിന്നാലെ നടന്ന്. അങ്ങനെ അവൻ്റെ ഒരു അങ്ങനെ നിർത്തറോട്ടി. അത് പിന്നല്ലേ, ഇങ്ങനെ എൻ്റെ പിന്നാലെ നടന്നപ്പോൾ എനിക്ക് ചെറിയ ഇഷ്ടമൊക്കെ തോന്നിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഏതോ ഒരു പെണ്ണിനായിട്ട് കൊഞ്ചിക്കൊഴയണ ഞാൻ കണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്ത്,
നേരെ പോയി അങ്ങനെ മോന്തൊക്കെ ഒന്നുകൊണ്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ് എൻ്റെ പിള്ളേരെയും നോക്കിയിട്ട് എന്നെയും നോക്കിയിട്ട് നല്ല അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൂടെ പോരാൻ പറഞ്ഞു. അങ്ങേരെ എൻ്റെ കൂടെ തന്നെ പോന്നു. അതാണ് ചേട്ടണ്ടായത്. നല്ല സൂപ്പർ ലവ് സ്റ്റോറി. ആഹാ, എന്താണ് ഇവിടെ ഒരു ഗൂഢാലോചന? എല്ലാണ്ടും ഉണ്ടല്ലോ. ആ ചേച്ചി വന്നോ? അതൊന്നുമില്ല ചേച്ചി, ദേ ഇവർ രണ്ടുപേരും കൈയോടെ പൊക്കിയതാ. രണ്ടുപേരും ഒളിച്ച് പ്രേമിച്ചടക്കുമായിരുന്നു. ഓ അതായിരുന്നോ? അപ്പോ ഈ ചേച്ചിക്ക് ഇത് നേരത്തെ അറിയായിരുന്നോ? ആ അറിയായിരുന്നു. ഞാനല്ലേ അവന് ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തേ. എന്തോന്ന്? ആ ജലസൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞ ഞാനല്ലേ. അങ്ങനെയല്ലേ അവൻ ആ പെണ്ണിനേറ്റ് പോയി സംസാരിച്ചതും അവള് പോയിട്ട് അവനെ ഒന്നിട്ട് പൊട്ടിച്ചതൊക്കെ. ആഹാ സബാഷ്. ശ്രീ ചേച്ചി, എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു. സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. നീ ഇതെന്തോ കിക്ക ഇങ്ങോട്ട് വന്നേ. ആ ഇന്നത്തോടെ അതിനൊരു തീരുമാനമായിരിക്കും. എന്താ എന്താന്ന് നിനക്കറിയില്ലേ? എനിക്ക് എനിക്ക് എന്തറിയാനാ? എനിക്കറിയില്ല. നിനക്കറിയില്ല? എനിക്കറിയില്ല. എന്തിനാ എൻ്റെ അടുത്തോട്ട് വരുന്നേ? മാറി നിൽക്ക്. എന്താ ഞാൻ മാറണോ? പിന്നെ ആരും ഞാൻ മാറണോ? നിങ്ങളല്ലേ എൻ്റെ അടുത്തേക്ക് വന്നേക്കുന്നേ. മാറ്, എനിക്ക് പോണം. നീ പൊക്കോ. അതിനു മുന്നേ എനിക്ക് ഇന്നത്തോടെ ഒരു തീരുമാനം അറിയണം. എന്ത് എന്ത് തീരുമാനം? എന്താ നിനക്ക് അറിയത്തില്ലേ? ഇല്ലാന്നല്ലേ ഒരു തവണ ഞാൻ പറഞ്ഞേ. മാറ്. പെണ്ണെ, ഞാൻ എത്ര കാലമായിട്ട് നിന്റെ പിന്നാലെ നടക്കുന്ന. ഇന്ന് എനിക്ക് ഇതിനൊരു തീരുമാനം അറിയണം. നിനക്ക് എന്നെ വേണോ? അത് പിന്നെ അത് പിന്നെ ഇല്ല. നീ എന്താന്ന് വെച്ചാ തുറന്നു പറ. വേണോ വേണ്ടയോ? അത് എനിക്ക് നിനക്ക് വേണ്ട. വേണ്ട? വേണ്ട. ഓ ഓക്കെ, എന്നാ ഞാൻ പോവാണ്. എവിടെ പോകുന്നു? നീയല്ലേ പറഞ്ഞ് എന്നെ വേണ്ടാന്ന്. അപ്പോ പിന്നെ പോണ്ടേ? അത് പിന്നെ പോണ്ട. എന്താ? അല്ല, എന്നെ വേണ്ടാത്ത ഒരാളടുത്ത് ഞാൻ എന്തിട്ട് നിൽക്കണം? അത് പിന്നെ എനിക്ക് വേണം. എന്ത് വേണമെന്ന്? അത് പിന്നെ എനിക്ക് നിങ്ങളെ വേണം. എന്നെയോ? എന്തിന്? കളിക്കാതെ. എനിക്ക് നിങ്ങളെ ഇഷ്ടമോ? ആഹാ, ആണോ? മനുഷ്യ കളിക്കാതെ. ഞാൻ വല്ല വഴിക്ക് ഇറങ്ങി പോകട്ടെ. പിന്നെ മോളെ അങ്ങനെയൊന്നും പറഞ്ഞൂടാ. ചേട്ടൻ ചുമ്മാ പറഞ്ഞല്ലേടി. നീ ഇങ്ങ് വന്നേ. ശ്രീയ